പരിണയം. ആരോഹി, ഈ സാരി ഉടുത്തിട്ട് വേണം താൻ നമ്മുടെ കമ്പനിയുടെ 5 ഇയർ സക്സസ്ഫുൾ പാർട്ടിക്ക് വരാൻ. അല്പം താഴ്ന്നുപോയ ആരോഹിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അക്ഷിത് പറഞ്ഞതും അവൾ അവന്റെ കണ്ണുകളിൽ വിശ്വാസം വരാതെ നോക്കി. യോ, ഈ സാരിയോ? അതേടോ, തനിക്ക് സക്സസ്ഫുൾ പാർട്ടിക്ക് വേണ്ടി ഉടുക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ചാണ് ഈ കോസ്റ്റ്യൂം. ആരോഹിക്കാണെങ്കിൽ വിശ്വസിക്കാനാകെ ഒരു ബുദ്ധിമുട്ട് പോലെ. ഓ, ഈ കണ്ണൊന്ന് ചിമ്മി തുറക്ക്. അക്ഷിത് അതും പറഞ്ഞുകൊണ്ട് മെല്ലെ അവളുടെ കൺപോളകൾക്ക് മുകളിൽ അമർത്തി ചുംബിച്ചു. ഇഷ്ടപ്പെട്ടോ ഇത്? അക്ഷിത് വീണ്ടും ചോദിച്ചു. ഒരുപാട് ഇഷ്ടമായി ഏട്ടാ. അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ആരോഹി നേരെ വീട്ടിലേക്ക് മടങ്ങി. ചില ദിവസങ്ങളിലൊക്കെ അക്ഷിത് അവളെ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അന്നൊക്കെ അവനെ വസ്ത വീട്ടിലേക്ക് ക്ഷണിക്കാറുമുണ്ട്. പിന്നെ വീട്ടിൽ കയറി ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ചു നേരം വസ്തയോട് വർത്താനമൊക്കെ പറഞ്ഞ ശേഷം അക്ഷിത് മടങ്ങി പോകുള്ളൂ. ആരോഹിക്ക് അതൊരു വലിയ ആശ്വാസമാണ്. അവൾക്ക് പണ്ട് മുതലേ വലിയൊരു ആഗ്രഹമായിരുന്നു താനൊരൊറ്റ മകളായതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്ന ആള് തൻ്റെ അമ്മയും അച്ഛനെയും സ്വന്തം അച്ഛനെയും അമ്മയും പോലെ കെയർ ചെയ്യുന്ന ഒരാളായിരിക്കണമെന്ന്. എന്തോ അക്കാര്യത്തിൽ ആരോഹി ഭയങ്കര ലക്കിയായിരുന്നു. ചില സമയങ്ങളിൽ ആരോഹിയേക്കാൾ ഒരുപടി മുകളിൽ അക്ഷിത് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാറുണ്ട്. ആരോഹിക്ക് അതിലെല്ലാം സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ദിവസങ്ങളൊന്നൊന്നായി കടന്നുപോയി. ഇതിനിടെ കമ്പനിയുടെ സക്സസ്ഫുൾ പാർട്ടിയുടെ ഡേറ്റ് എടുക്കാറായതോടെ തന്നെ എല്ലാവരും അത്യാവശ്യം തിരക്കിലായി. നാളെയാണ് പാർട്ടി. അതും പ്രമാണിച്ച തലേദിവസം കമ്പനി എല്ലാവർക്കും ഓഫ് നൽകിയിരുന്നു. ആരോഹിയും വസ്തയും കൂടി ഒന്ന് ബ്യൂട്ടി പാർലറിലൊക്കെ തിരികെ വീട്ടിലേക്ക് വന്നു. അവിടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടത്രേ. ലാപ്പ് തുറന്നു വെച്ച ആരോഹി ഡൈനിങ് ഹാളിലിരിക്കുന്ന നേരത്താണ് വസുതി അവൾ കരികിലേക്ക് വന്ന് പറഞ്ഞത്. ഏത് വീട്ടിൽ? നീ ആദ്യം ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്ക്. വസുത ആരോഹിയുടെ കൈത്തുടയിൽ ചെറുതായി ഒന്ന് തല്ലിയതും ആരോഹി ലാപ്പിൽ നിന്നും മുഖം ഉയർത്തി വസുതയെ നോക്കി. ഇടി, വാരിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. ആര് തമ്മിൽ? അർജുനും മാൻവിയും. ഇത്ര പെട്ടെന്ന് പ്രശ്നങ്ങളോ? ആരോഹി വീണ്ടും സിസ്റ്റത്തിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു. ആ പിന്നെ, അർജുനേട്ടന്റെ സ്വഭാവത്തിന് ആരായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവൾ മുമ്പൊക്കെ തങ്ങൾക്കിടയിൽ ഉണ്ടാകാറുള്ള വഴക്കുകളെപ്പറ്റി ഓർത്ത് അറിയാതെ പറഞ്ഞു പോയതായിരുന്നത്. വസുത കണ്ണു ചുരുക്കി അവളെ നോക്കി. ഓ, എന്റെ അമ്മ ഇങ്ങനെ എന്നെ കണ്ണു ചുരുക്കി നോക്കുമൊന്നും വേണ്ട. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. അമ്മ ഇത് പറ. അങ്ങനല്ല, ആ പെൺകുട്ടി പറഞ്ഞത്രേ വിവാഹം വേണ്ടെന്ന്. അയ്യോ, എന്നിട്ട് എന്താവാൻ? ഇവിടെ നിന്ന് കരഞ്ഞു വിളിച്ച് ഗായത്രി ഏട്ടത്തെയും ശബരി ഏട്ടനും എല്ലാരും കൂടി അവരുടെ വീട്ടിലേക്ക് പോയെന്ന്. പിന്നീട് 2 വീട്ടുകാരും ചേർന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ തീർപ്പാക്കിയെന്നാ പറയുന്നേ. ആ, അതെന്തെങ്കിലും ആവട്ടെ. നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ പോകുന്നേ? ആരോഗ്യ പറഞ്ഞതും വസുത താടിക്ക് ഒരു കുത്തുവെച്ചു കൊടുത്തു. കേൾക്കാനുള്ള കഥ മുഴുവൻ കേട്ടിട്ട് ഇപ്പൊ അങ്ങനായോ? വസുത അത് പറഞ്ഞതും ആരോഗ്യം ഒന്ന് ചമ്മിച്ചിരിച്ചു. നിറഞ്ഞ മനസ്സോടെയാണ് അന്നവൾ ഉറങ്ങാനായി പോയി കിടന്നത്. എന്തോ അവൾക്കിപ്പോ മനസ്സിന് വല്ലാത്ത സമാധാനമാണ്. ഒരുപക്ഷെ അവൾ ഇപ്പോഴാണ് ജീവിതം എൻജോയ് ചെയ്ത് തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം. നാളെ കമ്പനിയുടെ സക്സസ്ഫുൾ പാർട്ടി ഈവനിങ് 3 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 o'clock തൊട്ട് 10 o'clock വരെ കമ്പനിയിലുള്ള പല മെമ്പേഴ്സിന്റെയും പ്രോഗ്രാംസും പിന്നെ കമ്പനി സ്പോൺസർ ചെയ്തിരിക്കുന്ന ചില കോൺസെർട്ടുകളും ഒക്കെയായി അത്യാവശ്യം വലിയൊരു ഇവന്റ്. ആരോഹി തനിയെയാണ് ഡ്രസ്സൊക്കെ ചെയ്തത്. ഇടയ്ക്കൊരു ഹെൽപ്പിന് വേണ്ടി വസ്തയെ വിളിച്ചെന്നല്ലാതെ അവൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെന്നില്ല. അക്ഷിത് അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിക്ക് ബ്ലൗസ് ഒക്കെ ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയിരുന്നു. ചെറിയ ചില ഓൾട്ടറേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വസുത ചെയ്തു കൊടുത്തു. വൃത്തിയായി ഉടുത്ത സാരി 1 side ആയിട്ടാണ് അവൾ ഇട്ടത്. മുടി മൊത്തം അഴിച്ച് പിന്നിലേക്ക് ഇട്ടു. കഴുത്തിലൊരു നൂല് പോലുള്ള മാലയും അതിന്റെ തുമ്പത്തെ ഡയമണ്ട് പെൻഡന്റും. കഴുത്തിലെ ഡയമണ്ട് മാലയ്ക്ക് മാച്ചായ ഡയമണ്ട് സ്റ്റഡാണ് കാതിൽ. കയ്യിലൊരു വാച്ചും മറുകൈയിൽ നൂല് പോലെയുള്ളൊരു ഗോൾഡൻ ബ്രേസ്ലെറ്റും. സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കിലായിരുന്നു ആരോഗ്യ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയത്. വസുതയ്ക്ക് അവളുടെ മേക്കപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അക്ഷിത് വക ആരോഹിയുടെ അച്ഛനും അമ്മയ്ക്കും ഇവന്റിൽ പങ്കെടുക്കാൻ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും വാസുദേവന് അയാളുടെ റെസ്റ്റോറന്റിൽ അല്പം തിരക്ക് കൂടിയതിനാൽ തന്നെ അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. വാസുദേവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ വസ്തയും പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. ആരോഹി അക്ഷിത് വീട്ടിൽ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞെങ്കിലും അവന്റെ ആ ദിവസത്തെ തിരക്കുകൾ അറിയാവുന്നതുകൊണ്ട് ആരോഹി തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു. പകരം അവളൊരു ഊബർ വിളിച്ചാണ് അവിടേക്ക് പോയത്. ഇവന്റ് നടക്കുന്ന ഹോളിലേക്ക് ചെന്ന പലരും ആരോഹി അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ വന്ന്
അവളുടെ വസ്ത്രത്തെ പറ്റിയൊക്കെ പ്രശംസിച്ചു. ആരോഹിക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നി. ആദ്യമായിട്ടായിരുന്നു അവൾ ഇങ്ങനെ ഒരു ഇവന്റിന്റെ ഭാഗമാകുന്നത്. പെട്ടെന്നാണ് നീലിമ ഓടി വന്ന് ആരോഹിയുടെ കൈ പിടിച്ചത്. എന്റെ ആരു, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയോ? എന്തു പറ്റി? അങ്ങനല്ല, ഞാനിവിടെ വെറുതെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. വാ, നിന്നെ കണ്ടപ്പോഴാ എനിക്കൊരാശ്വാസമായത്, നീലിമ പറഞ്ഞു. ചിരിയോടെ അവരിരുവരും അകത്തേക്ക് കയറി. അതേസമയം ആരോഹിയുടെ കണ്ണുകൾ അവിടെ ആകെ അക്ഷിതിനെ തിരയുകയാണ്. എന്തോ എല്ലാവരും പ്രശംസിച്ചിട്ടും താൻ കാണാൻ ആഗ്രഹിച്ച മുഖം കാണാത്തത് കൊണ്ട് തന്നെ അത് അവളെ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. അപ്പോഴാണ് ഒരു കൈവന്നവളുടെ ചുമലിൽ പതിഞ്ഞത്. ഞെട്ടി നോക്കുമ്പോൾ പിന്നിൽ അക്ഷിത്. കറുത്ത സ്യൂട്ടിലവൻ അതീവ സുന്ദരനായിരുന്നു. ആരോഹി അവനെ ആദ്യമായി കാണും പോലെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്റെ ഭാര്യയെ ഇങ്ങനെ വാതുറന്നു വെച്ചു കഴിഞ്ഞാലേ ഈച്ച കയറി പോകും, അക്ഷിത് പറഞ്ഞതും ആരോഹി പെട്ടെന്ന് പരിസരബോധം വീണ്ടെടുത്തതുപോലെ വായടച്ചു വെച്ചു. വരൂ, ഞാൻ തനിക്ക് കുറച്ച് ആളുകളെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അക്ഷിത് അധികാരത്തോടെ ആരോഹിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അതേസമയം അവിടെ നിന്ന് ഏകദേശം എല്ലാവരുടെയും ശ്രദ്ധ അവരിരുവരിലും തന്നെയാണ്. അക്ഷിത് അവളെ കുറെ ആളുകൾക്കും അവന്റെ ഫ്രണ്ട്സിനുമൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. ശേഷം അവൾ വീണ്ടും നീലിമയ്ക്ക് അരികിലേക്ക് ചെന്നു. അപ്പോഴാണ് അല്ലി ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചത്. ഹായ് ചേച്ചി. പതിഞ്ഞ സ്വരത്തിലുള്ള അലിയുടെ സംസാരവും അല്ലിയുടെ പ്രകൃതവും ഒക്കെ ആരോഹിക്ക് ഒരുപാട് ഇഷ്ടമായി. അനന്യെ പോലെ അല്ല അല്ലി. അനന്യയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പേഴ്സണാലിറ്റിയാണ് അല്ലിക്കുള്ളത്. വാ ചേച്ചി, അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നു, നമുക്ക് അങ്ങോട്ട് പോകാം. അല്ലി ആരോഹിയുടെ കയ്യിൽ പിടിച്ച് നടന്നു. ആരോഹി അപ്പോഴും നീലിമയുടെ കയ്യിലെ പിടിവിട്ടില്ല. എടി, എങ്കിൽ പിന്നെ നീ ചെല്ല്, അക്ഷയ് സാറിന്റെ ഫാമിലിയൊക്കെ ഉള്ളതല്ലേ. അതിനിപ്പോ എന്താ, നീ കൂടി വാ. ആരോഹി നീലിമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അല്ലിക്കൊപ്പം മുന്നോട്ട് നടന്നു. ആരോഹിയെ കണ്ടതേ ഊർമിള ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവൾ കരികിലേക്ക് വന്നു. സുന്ദരിയായിട്ടുണ്ട് അമ്മയുടെ മോള്, ആരോഹിയുടെ താടിക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ഊർമിള പറഞ്ഞു. സ്റ്റേജിൽ നിന്നുകൊണ്ട് ആരോഹിയെ തിരിഞ്ഞ അക്ഷിത് കണ്ടതും അതേ കാഴ്ചയാണ്. ആ സമയം അവന്റെ കണ്ണുകളും വിടർന്നു പോയി. ശേഷം ആരോഹി ഊർമിളയ്ക്കും നീലിമയെ പരിചയപ്പെടുത്തി കൊടുത്തു. കുറേയേറെ സമയം അവരെല്ലാവരും ഒന്നിച്ചിരുന്നു. ഇതൊന്നും അനന്യയ്ക്ക് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെയാണ് പ്രിയങ്കയുടെ എൻട്രി. ഒരു ഓഫ് ഷോൾഡർ റെഡ് ഗൗണില് അതീവ സുന്ദരിയായിട്ടായിരുന്നു പ്രിയങ്കയുടെ വരവ്. ആരോഗ്യ കണ്ടതും പ്രിയങ്ക പുച്ഛത്തോടെ മുഖമൊന്ന് കോടിവിട്ടു. ആരോഗ്യ അവളെ അധികം ശ്രദ്ധിക്കാനൊന്നും പോയില്ല. പ്രിയങ്ക അടുത്തേക്ക് വന്നതും അനന്യ വേഗം എഴുന്നേറ്റ് പ്രിയങ്കയുടെ കൈയും പിടിച്ച് കുറച്ച് അപ്പുറത്തിട്ടിരുന്ന ഒരു ടേബിളിലേക്ക് മാറിയിരുന്നു. സ്റ്റേജിൽ പലരും മാറി മാറി സംസാരിക്കുന്നുണ്ട്. അക്ഷിത് സ്റ്റേജിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. എല്ലാവരുടെയും കണ്ണുകൾ അവൻ ഒരുവനിലേക്ക് മാത്രമായി ചുരുങ്ങി. 5 വർഷങ്ങൾ കൊണ്ട് അവൻ നേടിയെടുത്ത അച്ചീവ്മെന്റ്സ് പറയുമ്പോൾ ആനന്ദൻ അഭിമാനത്തോടെ തല ഉയർത്തിയിരുന്നു. ഒപ്പം തന്റെ സാമ്രാജ്യം മകനെ ഏൽപ്പിച്ചത് വെറുതെ ആയില്ലെന്നൊരു തോന്നലും അയാളുടെ മനസ്സിൽ ഉയർന്നു വന്നു. ഊർമിളയും അങ്ങേയറ്റം അഭിമാനത്തോടെയാണ് ഇരിക്കുന്നത്. അക്ഷിതിന്റെ അമ്മ എന്ന് പറയുന്നത് അത്ര ചെറിയ പ്രിവിലേജ് ഒന്നും ആയിരുന്നില്ല. പലരും ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ സിദ്ധാർത്ഥും അമ്മയും അവിടേക്ക് വന്നു. അക്ഷിതും സിദ്ധാർത്ഥും പണ്ട് മുതലെയുള്ള സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഊർമിളയ്ക്കും ഷീലയ്ക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി അറിയാം. പക്ഷെ ആരോഹിയുടെയും അക്ഷിയുടെയും വിവാഹം ഫിക്സ് ചെയ്തതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ആരോഹിയെ പെട്ടെന്ന് അവർക്കൊപ്പം കണ്ടതും ഷീലയുടെ മുഖം ചെറുതായി മങ്ങി. മറ്റൊന്നും കൊണ്ടല്ല, ആരോഹി സിദ്ധാർത്ഥിനെ റിജക്ട് ചെയ്ത കാര്യം അവരും അറിഞ്ഞതാണല്ലോ. ആരോഹി അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ഷീല അവളെ കണ്ട ഭാവം പോലും കാണിച്ചില്ല. ആരോഹിക്ക് അവളുടെ പെരുമാറ്റം അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ അതേ ഇരിപ്പിരുന്നു. ഓരോ മനുഷ്യരും ഓരോ വിധമല്ലേ, അവൾ മനസ്സിൽ ചിന്തിച്ചു. പെട്ടെന്നാണ് എന്തോ പറയാനായി ഷീലക്കരികിലേക്ക് സിദ്ധാർത്ഥ് വന്നത്. ആരോഹി അറിയാതെ ഉമിനീരിറക്കിപ്പോയി. ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഉടക്കി. ആരോഹി മുഖം വെട്ടിച്ചു മാറ്റി. സിദ്ധാർത്ഥ് നിരാശയോടെ ആരോഹിയെ നോക്കി. അവിടെ കത്തിജ്വലിക്കുന്ന സൗന്ദര്യത്തിലേക്ക് എത്ര നേരം നോക്കി നിന്നെന്ന് അവന് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല. ഒടുക്കം അവന്റെ അസഹ്യമായ നോട്ടം നേരിടാനാവാതെ ആരോഹി നീലിമയും കൂട്ടി അതേവ ദേഷ്യത്തോടെ പിന്നിൽ മറ്റ് എംപ്ലോയീസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. എടി, അയാൾ എന്തിനാ നിന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒരുമാതിരി പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ. നീലിമയ്ക്ക് സിദ്ധാർത്ഥിന്റെ നോട്ടം കാണുക ദേഷ്യം വന്നു. സിദ്ധാർത്ഥ് പ്രപ്പോസ് ചെയ്ത കഥയൊന്നും നീലിമയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് നീലിമ അങ്ങനെ ചോദിച്ചത്. ആരോഹി അവിടെ ഇരുന്ന് പതിയെ പഴയ കഥകൾ ഓരോന്നും നീലിമയോട് പറഞ്ഞു. ചുമ്മാതല്ല, അയാൾ നിന്നെ ദഹിപ്പിച്ച് കളയും പോലെ നോക്കിയത്. എന്തായാലും അയാളുടെ നോട്ടം അത്ര ശരിയല്ല. നീലിമ പിന്നെയും പറഞ്ഞു. ആ, അതൊക്കെ പോട്ടെ, നമ്മൾ എന്തിനാ അതൊക്കെ ഓർത്ത്
ഈ നല്ല ദിവസം സ്പോയിൽ ചെയ്യുന്നത്? അക്ഷയും ആരോഹിയും തമ്മിലുള്ള പ്രണയമൊക്കെ നീലിമയ്ക്കറിയാം. ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയതും കുറെ അധികം സ്റ്റാഫുകൾ അവിടേക്ക് പോയി. അപ്പോഴേക്കും അക്ഷിതിന് മൊമെന്റോ ഒക്കെ നൽകി അവനെ ആദരിക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞു. ശേഷം അക്ഷിത് ഓരോ കമ്പനികളുടെ റെപ്രസെന്റേറ്റീവ്സുമായി സംസാരിച്ചുകൊണ്ട് അവിടെ ഇവിടെയായി നിൽക്കുകയാണ്. പ്രിയങ്ക, നിന്റെ മനസ്സിലെന്താ? അത് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എല്ലാം ഞാൻ പറയാം മോളെ, സമയം ആവട്ടെ. നോക്ക്, ഇനിയും കാര്യമറിയാതെ ആട്ടം കാണാൻ എന്നെക്കൊണ്ട് പറ്റില്ല. നീ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് വാതുറന്ന് പറയേ. എടി, പ്രിയങ്ക ആരും കേൾക്കാതെ രഹസ്യം പോലെ തന്റെ മനസ്സിലെ പ്ലാൻ അനന്യയോട് പറഞ്ഞു. അനന്യയുടെ മുഖത്ത് പൂനിലാ ഉദിച്ചതുപോലെ സന്തോഷം. പക്ഷെ പ്രിയ, നമ്മളുടെ ഈ പ്ലാൻ ഇവിടെ വെച്ച് നടപ്പാക്കണ്ടേ? അനന്യ അല്പനേരം ആലോചനയോടെ ഇരുന്ന ശേഷം പറഞ്ഞു. പ്രിയങ്കയുടെ മുഖം ഇരുണ്ടുപോയി അത് കേട്ടപ്പോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എടി, എന്തൊക്കെ പറഞ്ഞാലും അക്ഷിതെന്റെ ഏട്ടനാണ്. ഇത് ഏട്ടന്റെ ലൈഫിലെ നല്ലൊരു ദിവസവും. അത് സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാനും നമുക്ക് വേണ്ട. നമുക്ക് മറ്റെപ്പോഴെങ്കിലും ഇത് എക്സിക്യൂട്ടീവ് ചെയ്യാം. അനന്യ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഈ പ്ലാൻ എക്സിക്യൂട്ടീവ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈമാണ് ഇത്. ഇനി ഇതിനേക്കാൾ സ്യൂട്ടായതൊന്നും നമുക്ക് കിട്ടില്ല. പ്രിയങ്ക എത്ര പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അനന്യ അതിനൊന്നും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അത് കാണുക പ്രിയയ്ക്ക് ദേഷ്യം വന്നു. പക്ഷെ അനന്യയെ പിണക്കുന്നത് അത്ര നല്ലതല്ല. അക്ഷയുടെ വീട്ടിലേക്ക് കയറിക്കൂടാനുള്ള തന്റെ ആകെയുള്ള ഒരു പിടിവള്ളി അനന്യാണ്. അവളെ പിണക്കിയാ പിന്നെ അക്ഷിതിന്റെ ഭാര്യ പദവി വെറും സ്വപ്നം മാത്രമായി മാറും തനിക്ക്. പ്രിയങ്ക കുടിലതയോടെ മനസ്സിലോർത്തു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. നീ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്യാം. എനിക്ക് നീയല്ലേ വലുത്. പ്രിയങ്ക അതും പറഞ്ഞുകൊണ്ട് അനന്യയെ ചേർത്ത് പിടിച്ചതും അനന്യയ്ക്ക് സന്തോഷമായി. അതേസമയം പ്രിയങ്കയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. ചുറ്റുമുള്ള സർവ്വതിനെയും എരിച്ചു കളയാൻ കെൽപ്പുള്ളത്ര പക. അപ്പോഴാണ് തിരക്കുകളിൽ നിന്നൊക്കെ ഓടിയകന്ന് അക്ഷിത് ആരോഹിക്ക് അടുത്തേക്ക് വന്നത്. ചുറ്റുമുള്ളവരുടെയൊക്കെ ശ്രദ്ധ തങ്ങളിലാണെന്ന് അറിയാമെങ്കിൽ കൂടി അക്ഷിത് ആരോഹിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് തിരക്കൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് മാറി നിന്നു. എന്തു പറ്റി? അവൻ വല്ലാതെ ടയേർഡായിരിക്കുന്ന കണ്ട് ആരോഹി ചോദിച്ചു. ഏയ്, ക്യാൻ ഐ ഹഗ് യു? പെട്ടെന്ന് അക്ഷിത് അത് ചോദിച്ചതും ആരോഹി കണ്ണു ചുരുത്തി അവനെ നോക്കി. പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ലായിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒന്ന് ചുംബിച്ചു. ഇന്ന് ഒരുപാട് സുന്ദരിയായിട്ടുണ്ട് താൻ, അക്ഷിത് വീണ്ടും പറഞ്ഞു. ശരിക്കും? അതേടോ, സത്യം. ഈ കളറ്, ഈ ഡ്രസ്സ്, ഈ മേക്കപ്പ് എല്ലാം തനിക്ക് ശരിക്കും സ്യൂട്ടാകും പോലെ. എങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ, അക്ഷിയും സൂപ്പറായിട്ടുണ്ട്. ആരോഗ്യ ഒരു കണ്ണിറക്കി അത് പറഞ്ഞതും അവനോടെ ചേർത്ത് പിടിച്ച് ഇടുപ്പിലൊന്ന് നുള്ളി വിട്ടു. ആ, അവൾക്ക് നന്നായി വേദനിച്ചെന്ന് മനസ്സിലായതും അക്ഷി അവളെ നോക്കി ഒരു കള്ള ചിരി ചിരിച്ചു. സോറി. അക്ഷി മെല്ലെ അവളുടെ കാതിൽ മൊഴിഞ്ഞു. അതെ, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് അക്ഷി അവളിൽ നിന്ന് അകന്നു മാറി വീണ്ടും തിരക്കുകളിലേക്ക് നടന്നു. അവന്റെ പിന്നാലെ തന്നെ ആരോഹിയും. ഓഫീസിലുള്ള മുഴുവൻ സ്റ്റാഫും അവിടെയുണ്ട്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കോൺസേർട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് ആനന്ദൻ സ്റ്റേജിലേക്ക് കയറുന്നത് അക്ഷിത് കണ്ടത്. അവന് ചെറിയൊരു ഊഹം ഉണ്ടായിരുന്നു അച്ഛൻ എന്തിനാവും സ്റ്റേജിലേക്ക് പോകുന്നതെന്ന്. ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയുടെ പക്കൽ നിന്നും ആനന്ദൻ മൈക്ക് കയ്യിലേക്ക് വാങ്ങി. ഹലോ എവ്രിവൺ. പെട്ടെന്ന് ആനന്ദിന്റെ ശബ്ദം മൈക്കിലൂടെ മുഴുങ്ങിക്കെട്ടതും എല്ലാവരുടെയും ശ്രദ്ധ ഒരു വേള സ്റ്റേജിലേക്ക് മാത്രമായി. അവിടെ ചെറുതായി മുഴുങ്ങിക്കൊണ്ടിരുന്ന മ്യൂസിക് സ്റ്റോപ്പായി. തികഞ്ഞ നിശബ്ദത. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ. സർ, അക്ഷിത് മേനോന്റെ ഈ സക്സസ്ഫുൾ പാർട്ടിയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആങ്കറിങ് ചെയ്തുകൊണ്ട് നിന്ന കുട്ടി ആനന്ദനോട് ചോദിച്ചു. 5 വർഷങ്ങൾക്ക് മുമ്പ് കമ്പനി അവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ തോന്നിയ അതേ ആത്മവിശ്വാസവും അഭിമാനവും തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ സാമ്രാജ്യം എന്റെ മകന്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് മുഴുവൻ ചുമതലകളും അവനെ ഏൽപ്പിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ടാണ് അവനത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്കിതൊരു പ്രൗഡ് മൊമെന്റാണ്. പിന്നെ ഞാൻ ഈ വേദിയിലേക്ക് വന്നത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും മറ്റൊരു സന്തോഷമുള്ള കാര്യം കൂടി പറയാൻ വേണ്ടിയാണ്. എന്റെ മകൻ അക്ഷിത് വിവാഹിതനാകാൻ പോകുന്ന കാര്യം നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇതുപോലൊരു സക്സസ് പാർട്ടിയിൽ വെച്ച് അവനെയും അവന്റെ ഭാര്യയാൻ പോകുന്ന കുട്ടിയെയും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ആനന്ദിന്റെ വാക്കുകൾ കേട്ടതും കാണികൾക്കിടയിൽ ചെറുതായി മുറുമുറുപ്പുകൾ ഉയർന്നു. ആരാവും
അക്ഷിതിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ലക്കി ഗേൾ എന്ന് പലരും പരസ്പരം ചോദിച്ചു. എല്ലാവരും ആകാംക്ഷയുടെ ആനന്ദനെ നോക്കി. അക്ഷിത് ആൻഡ് ആരോഹി, പ്ലീസ് കം ടു ദി സ്റ്റേജ്. ആനന്ദൻ വിളിച്ചതും ആരോഹി ഒരു നെഞ്ചിരിപ്പോടെ അക്ഷിതിനെ നോക്കി. അപ്പോഴേക്കും സദാ മുഖത്തുള്ള പുഞ്ചിരിയോടെ അക്ഷിത് ആരോഹിയുടെ കൈയും പിടിച്ച് വേദിയിലേക്ക് നടന്നു കഴിഞ്ഞു. ഇതാണ് എൻ്റെ മകൻ, വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആരോഹി. കണ്ടുനിന്ന പലരിലും ഒരു ഞെട്ടലായിരുന്നു. ഒപ്പം ആരോഹി അക്ഷിതിന്റെ PS അല്ലേ, ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ആളുകൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് സിദ്ധാർത്ഥും ഷീലയുമാണ്. സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. ഒപ്പം അക്ഷിത് ഇത്ര നാളും തന്നെ വിട്ടിയാക്കുകയായിരുന്നു എന്നൊരു ചിന്തയും അവന്റെ ഉള്ളിൽ ഉടലെടുത്തു. അതീവ ദേഷ്യത്തോടെ അവൻ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം ഒറ്റവലിക്ക് കുടിച്ചു തീർന്നു. മെല്ലെ ഒരു റൊമാൻറ്റിക് മ്യൂസിക് അവിടെ പ്ലേ ആകാൻ തുടങ്ങി. ഷാൽ വി ഡാൻസ്? അക്ഷിത് ആരോഹിക്ക് നേർക്ക് കൈനീട്ടിക്കൊണ്ട് ചോദിച്ചതും അവൾ അവന് കൈകൊടുത്തു. പിന്നെ മെല്ലെ മ്യൂസിക്കിനൊപ്പം ഇരുവരും പതിയെ ചൂട് വെച്ചു. ഹോളിൽ മൊത്തം ഇരുട്ട് പടർന്നു. സ്പോട്ട്ലൈറ്റ് അവരിൽ മാത്രമായി. എല്ലാവരുടെയും ശ്രദ്ധ ഒരു വേള ആരോഹിയിലും അക്ഷിതിലുമായി. ഡാൻസിനിടയിൽ എപ്പോഴോ അക്ഷി അവളെ പൊക്കിയെടുത്ത് വട്ടം കറക്കിയപ്പോൾ നീണ്ടു വിടർന്ന അവളുടെ മുടിയിഴകൾ തിരമാല പോലെ വായുവിലൊന്ന് ഉയർന്നു പൊങ്ങി. കാണികൾ എല്ലാവരും അത്ഭുതത്തോടെയാണ് അത് നോക്കി നിന്നത്. അതുകൂടിയായപ്പോൾ സിദ്ധാർത്ഥിന്റെയും അനന്യയുടെയും പ്രിയങ്കയുടെയും ഒക്കെ ദേഷ്യം അതിന്റെ നെറുകയിലെത്തി. അതീവ ദേഷ്യത്തോടെ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ പ്രിയങ്കയെ അനന്യ അവിടെ പിടിച്ചു നിർത്തി. നീ ഇതെങ്ങോട്ടാ പ്രിയ പോകുന്നേ? പിന്നെ ഈ കോപ്രായൊക്കെ കണ്ട് ഞാനിവിടെ നിൽക്കണോ? ഇനി നീ തൽക്കാലം ഒന്ന് അടങ്ങ്. ഇതൊക്കെ എവിടെ വരെ പോകുന്നു നമുക്കറിയാലേ. പിന്നെന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നീ വന്നേ, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അവിടെ അവരെന്തെങ്കിലും കാണിക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവരിരുവരും ഫുഡ് കൗണ്ടറിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഗ്ലാസ്സിലിരുന്ന മദ്യം വാശിയോടെ കുടിച്ചു തീർക്കുന്ന സിദ്ധാർത്ഥിനെയാണ് കണ്ടത്. അനന്യ ആ കാഴ്ച പ്രിയങ്കയ്ക്ക് കാണിച്ചു കൊടുത്തു. ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച ക്രൂരമായ ചിരിയോടെ പ്രിയങ്ക സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് നടന്നു. നല്ല വിഷമമുണ്ടല്ലേ? പ്രിയങ്ക സങ്കടം ഭാവിച്ചുകൊണ്ട് സിദ്ധാർത്ഥനോട് ചോദിച്ചു. അവന്റെ മിഴികളൊന്ന് കുറുകി, പിന്നെ വിടർന്നു. തുടരും. കഥ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.